റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അങ്ങനെ നമ്മുടെ ഈ 2026 IPL ആദ്യ മത്സരം RCBയും അതുപോലെ തന്നെ ഹൈദരാബാദും തമ്മിലുള്ള മത്സരമായിരുന്നു. ആ ആദ്യത്തെ മത്സരത്തിൻ്റെ ആവേശം ഒട്ടും തന്നെ ഈ പറയുന്ന പോലെ കുറയാത്ത ഒരു ആവേശം തന്നെ നമുക്ക് ഈ ആദ്യ മത്സരത്തിൽ നിന്ന് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഹൈദരാബാദ് ഞാൻ പ്രതീക്ഷിച്ചു ഈ പറയുന്ന പോലെ ഒരു വൺ സൈഡർ മത്സരമായിട്ട് മാറും, RCB വളരെ ഈ പറയുന്ന പോലെ വൺ സൈഡറായിട്ട് മാറും എന്ന് വിചാരിച്ചെങ്കിൽ പോലും, കാരണം ഈ ഹൈദരാബാദിൻ്റെ ആദ്യം ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ ഇത്രയും ഒരു 200 എന്നുള്ളൊരു ടോട്ടലോട് എത്തുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മികച്ച രീതിയിൽ അവരുടെ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ്റെ ബാറ്റിങ്ങും അതുപോലെ തന്നെ ഞാൻ അവരുടെ ബാറ്റിംഗ് ആ ഒരു ലൈനപ്പ് നോക്കിയപ്പം ആരാണ് ഈ പറയുന്ന ഫിനിഷിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കേപ്പബിളായിട്ട് ആരുണ്ടെന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അനികേത് വർമ്മയുടെ ആ ഒരു പ്രകടനം ഒന്നും പറയാനില്ല. അത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഹൈദരാബാദിന് കൊടുത്തിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ആദ്യത്തെ മത്സരങ്ങളൊക്കെ ആണല്ലോ, ഒന്ന് സെറ്റാകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഹൈദരാബാദിനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതിനകത്ത് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ കളിച്ചിട്ടില്ല, ഹെഡ് കളിച്ചിട്ടില്ല, അഭിഷേക് ശർമ്മ കളിച്ചിട്ടില്ല. അവർക്ക് അവർക്ക് ഒരു നല്ല ഇന്നിങ്സ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി കളിച്ചിട്ടില്ല. ക്ലാസിന് ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു ഇന്നിങ്സ്, നല്ലൊരു ടച്ചിലോട്ട് അദ്ദേഹം എത്തിയാണ്. പക്ഷേ അത് നല്ലൊരു ഇന്നിങ്സിലോട്ട് എത്തിക്കാനായിട്ട് ക്ലാസ്സിനും പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ എന്നിട്ടും ഈ പറയുന്ന പോലെ ഇഷാൻ കിഷൻ്റെ ഒരു 80 റൺസിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ അനികേത് വർമ്മയുടെ ഈ പറയുന്ന 43 റൺസിൻ്റെ പ്രകടനവും അതിൻ്റെ പിൻബലത്തിലാണ് ഈ പറയുന്ന 201 റൺസ് എടുത്തത്. അപ്പം അത് വലിയ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ഹൈദരാബാദിനെ സംബന്ധിച്ച്. കാരണം അത്തരത്തിലൊരു ഈ പറഞ്ഞ തകർച്ചയിൽ നിന്നും ഈ പറഞ്ഞ ഇത്ര നല്ലൊരു ടോട്ടലിലോട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ മികച്ചൊരു എഫേർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പ്രശംസ അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ RCBയുടെ ബാറ്റേഴ്സ് അവരെവിടെ നിർത്തിയോ അവിടുന്ന് അവർ തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയ ഫൈനലിൽ കപ്പടിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത കളിക്ക് ഇറങ്ങുന്നു. അതേ ഈ പറയുന്ന പോലെ ആ ഒരു എന്താ പറയുന്നത് ഫോമിൽ തന്നെ, അതേ ടച്ചിൽ തന്നെ വിരാട് കോഹ്ലി ആണെങ്കിലും മറ്റുള്ള ബാറ്റർമാരാണെങ്കിലും എല്ലാവരും, രജിത് പട്ടിദാർ ആണെങ്കിലും ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ദേവദത്ത് പടിക്കലിൻ്റെ ഇന്നിങ്സാണ്. ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ഞാൻ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു. കാരണം ഒന്നാമത്തെ കാര്യം ഒരു മലയാളിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ സീസണുകളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു പ്ലെയർ വന്നിട്ട് ചുമ്മാ അതൊരു ബാറ്റർ എന്നുള്ള പേര് മാത്രം വെച്ചിട്ട് കളിച്ചിട്ട് പോവുക, തൻ്റേതായിട്ടുള്ളൊരു തെളിയിക്കാതെ ഈ പറഞ്ഞ ഏതോ റെയറായിട്ടുള്ള സീസണുകളിൽ റെയറായിട്ടുള്ള ഇന്നിങ്സുകളിൽ മാത്രം എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് ഉള്ളതല്ലാതെ ദേവദത്ത് പടിക്കലിൻ്റെ പാട്ടിൽ നിന്നും ഈ പറയുന്ന പോലെ അത്രയും എന്താ പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ മത്സരത്തിൽ ഈ സീസണുകളിലെങ്കിലും നിനക്ക് നല്ലൊരു ചാൻസ് ആണ് കിട്ടിയത്, അത് നല്ലപോലെ മുതലാക്കണം എന്നൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദേവദത്ത് പടിക്കൽ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയെ പോലും അവിടെ നിർത്തിക്കൊണ്ട്. പക്ഷേ അത് വേറെ കാര്യം, വിരാട് കോഹ്ലി എങ്ങനെ കളിക്കണ്ടേന്ന് അദ്ദേഹത്തിന് അറിയാം. അത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേവദത്ത് പടിക്കൽ നല്ല ടച്ചിലാണെന്ന് പിന്നെ നീ ചെയ്യടാ, നീ കളിക്കേ, ഞാനുണ്ട് കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം സൈഡിൽ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ദേവദത്ത് പടിക്കലിൻ്റെ ആ ഒരു ഇന്നിങ്സ് ഒന്നും പറയാനില്ല. ആ ഒരു ഇന്നിങ്സിൻ്റെ ബലത്തിൽ തന്നെയാണ് 15.4 ഓവറിൽ ഈ പറയുന്ന 201 എന്നുള്ള സ്കോർ അവർ ചേസ് ചെയ്തത്. അതിൻ്റെ കൂടെ ചേസ് മാസ്റ്റർ ഉണ്ട് അവർക്ക്, ഓൾ ടൈം ചേസ് മാസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ. അത് ഏത് ഈ പറയുന്ന പോലെ കാറ്റഗറി ക്രിക്കറ്റ് ആണെങ്കിലും ഏത് ഫോർമാറ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരേ ഈ പറയുന്ന പോലെ ഇത് തന്നെയാണ്. അപ്പം ആ ചേസ് മാസ്റ്ററിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. ഈ പറയുന്ന പോലെ പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു പ്രത്യേകതരമുള്ള ഒരു എന്താ പറയുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന വിരാട് കോഹ്ലി. ഈ പറയുന്ന പോലെ പ്രായത്തിൻ്റെ തന്നെ ഒട്ടും തന്നെ അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യമാണെങ്കിലും ആറ്റിറ്റ്യൂഡാണെങ്കിലും ബാറ്റിങ്ങിൻ്റെ ആ ഒരു ശൈലി, അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു യങ്ങായിട്ടുള്ള ടൈമിനേക്കാൾ അഗ്രസീവായിട്ടുള്ളൊരു ബാറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. ബേസിക്കലി ഞാനൊരു മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകനാണെങ്കിലും എന്താ പറയുന്നത് നല്ല മത്സരങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല ഈ കോഹ്ലിയുടെയൊക്കെ ഇങ്ങനെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എവിടെ നിന്ന് നിർത്തി അവിടെ തന്നെ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, ഈ സീസണിൽ RCBയുടെ വക ഇനിയും വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. കാരണം തുടക്കത്തിൽ ഒരു ചെറിയൊരു ഈ പറയുന്ന തീപ്പൊരി അവർ കാണിച്ചു.
ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയില്ല. എല്ലാ ടീമും കരുതിയിരുന്നു ആർ സി ബിയുടെ ബോളിംഗ് കുറച്ച് വീക്ക് സൈഡാണ്, അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ടീമിൻ്റെ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഫീൽഡിലാണെങ്കിൽ നമുക്കത് കാണാം. എല്ലാവരും പരസ്പരം ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ ചെറിയൊരു കാര്യമല്ല. ഒരു യൂണിറ്റി എന്താ പറയുക, ഒരാൾ 6 അടിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് 6 അടിച്ച ആളേക്കാൾ വലിയ ആവേശം അപ്പുറത്ത് നോൺ സ്ട്രൈക്ക് എൻഡിലുള്ള ആൾ കാണിക്കുന്നു. അപ്പം അങ്ങനെ ഇപ്പം ഈ പറയുന്ന പോലെ വലിപ്പ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ഇപ്പം ദേവദത്ത് പടിക്കൽ അടിക്കുമ്പോൾ വിരാട് കോഹ്ലി അതിനോടനുസരിച്ച് ഈ പറയുന്ന ഒരു സപ്പോർട്ട് ഇപ്പുറത്ത് നിന്ന് കൊടുക്കുക. അപ്പം അങ്ങനൊരു വലിയൊരു മനുഷ്യൻ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പം എന്നാൽ പിന്നെ 2 കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആർക്കാണില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ വലിപ്പ ഭേദം ഒന്നും ഇല്ലാണ്ട് തന്നെ ആർ സി ബിയുടെ ടീമിൻ്റെ യൂണിറ്റി. അപ്പം അതുകൊണ്ട് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ സീസൺ അങ്ങനെ ചുമ്മാതെ ഡിഫൻഡിങ് ചാമ്പ്യൻ ആണ് എന്ന് ഒരു പേര് കൊണ്ട് മാത്രം വന്നതല്ല. അവർ ഇത്തവണ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ഡിഫെൻഡ് ചെയ്യാൻ തന്നെ നോക്കും. ആ കപ്പ് അത് ആർ സി ബിയുടെ കയ്യിൽ തന്നെ, അത് അവിടെ തന്നെ ഇരിക്കും എന്നാണ് തോന്നുന്നത്. അത്ര മികച്ച പ്രകടനമാണ്. ബോളിംഗ് സൈഡിൽ എ.സി. വുഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബാക്കി ടീമുകളൊക്കെ ഇച്ചിരി പാടുപെടും. മുംബൈക്കെതിരെ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഹൈദരാബാദിനും ഈ പറയുന്ന ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇഷാൻ കിഷൻ്റെ ക്യാപ്റ്റൻസി വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ ആവറേജിനും താഴെയാണ് ഈ പറയുന്ന ഇഷാൻ കിഷൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കമ്മിൻസിൻ്റെ ഒരു ബോളർ എന്ന നിലയിലും ഈ പറയുന്ന ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും കമ്മിൻസിൻ്റെ അഭാവം ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഹൈദരാബാദ് ടീമിൽ അലയടിക്കുന്നുണ്ട്. അപ്പം ബോളിംഗ് സൈഡിൽ അതിനോടനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുന്നത് പാക്കപ്പുകൾ അവർ സെറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ അതിനോട് എന്താ പറയുന്നത് റെഡി ആക്കുക എങ്ങനെയാലും എത്രയും പെട്ടെന്ന് തന്നെ. പിന്നെ ഇവർക്ക് സന്തോഷിക്കാനുള്ള വകയെന്ന് പറഞ്ഞ് ടോപ്പ് ഓർഡർ തകർന്നിട്ട് 201 എന്നുള്ള സ്കോറിലോട്ട് എത്തിയത് ഹൈദരാബാദിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അഭിഷേക് ശർമ്മ കളിച്ചിട്ടില്ല, ട്രാവിസ് ഹെഡ് കളിച്ചിട്ടില്ല. അപ്പം ഇവരും കൂടെ ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 300 അടിക്കാൻ സാധ്യതയുള്ളൊരു ടീം തന്നെയാണ് ഹൈദരാബാദ്. തകർച്ചയിൽ നിന്ന് 201 എടുക്കാൻ പറ്റുമെങ്കിൽ ഇവരൊക്കെ ഒന്ന് ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ റൺസ് ഉയർത്താൻ കഴിയും. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. ക്യാപ്റ്റൻസിയിൽ ഇഷാൻ കിഷൻ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കീപ്പിങ്ങിൽ വളരെ അലസമായിട്ട് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് ഇല്ലാണ്ട് ഈ പറയുന്ന കീപ്പിങ്ങിൽ എത്രയോ 2-3 ബൗണ്ടറികൾ ഈ പറയുന്ന പോലെ ഇഷാൻ കിഷൻ്റെ ഗ്ലൗസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അതൊരു മിസ്ഫീൽഡ് ചെയ്ത് അദ്ദേഹം കളഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയാണ് അടുത്ത മത്സരങ്ങളിൽ ഈ പറയുന്ന പോലെ എവിടെയാണ് പിഴവ് എന്നുള്ളത് അതൊക്കെ എന്താ പറയുന്നത് ക്ലീനാക്കി വരിക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി തന്നെയുണ്ട് ഈ സീസണിൽ. എന്തായാലും ആർ സി ബി വൺസ് അഗെയിൻ എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പൂരം കൊടിയേറി. അപ്പോൾ